നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരിത്രം തിരുത്തി തമിഴ് മണ്ണ്. അഴിത്തത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്ത് ദളിതർ ക്ഷേത്രത്തിലേക്ക്. CM ആയി വിജയ് വന്നതിനു ശേഷം എന്തെല്ലാമാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്? ആ ചരിത്ര നിമിഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറയുന്നത് പോലെയാണ് നിലവിൽ തമിഴ്നാട്ടിൽ CM ആയിട്ട് വിജയ് അധികാരത്തിലേറിയതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങൾ. വെറും ഒരു വർഷം കൊണ്ട് മാത്രമാണ് വിജയ് രാഷ്ട്രീയത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നതും ജനശ്രദ്ധ നേടിയതും. ഇപ്പോഴിതാ ചില ചരിത്ര തിരുത്തലുകൾ വരെ നടത്തിയിരിക്കുകയാണ് CM ആയിട്ടുള്ള വിജയ് എന്നുള്ള വിവരങ്ങളാണ് തമിഴ്നാട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ജാതി വിവേചനത്തിന്റെയും അഴിത്തത്തിന്റെയും വർഷങ്ങൾ നീണ്ട ഇരുണ്ട കാലത്തിന് വിരാമമിട്ടുകൊണ്ട് തമിഴ്നാട്ടിലെ കരൂർ ജില്ലയിൽ ദളിത് വിഭാഗങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ക്ഷേത്രപ്രവേശനം സാധ്യമാക്കിയിരിക്കുകയാണ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കർശന ഇടപെടലിലൂടെയാണ് 3 തലമുറകളിലായി നിഷേധിക്കപ്പെട്ടിരുന്ന ആരാധനാ സ്വാതന്ത്ര്യം ദളിത് ജനത തിരികെ പിടിച്ചിരിക്കുന്നത്. കരൂർ ജില്ലയിലെ മൻമംഗലം താലൂക്കിലുള്ള പൂഞ്ചൈ, കടമ്പൻകുറിശിയിലെ അരുൾമിഗു ശ്രീരാമിയമ്മൻ, അരുൾമിഗു ചെല്ലാണ്ടി അമ്മൻ എന്നീ ക്ഷേത്രങ്ങളിലേക്കാണ് കനത്ത പോലീസ് സുരക്ഷയിൽ ഇപ്പോൾ ദളിത് വിശ്വാസികൾ പ്രാർത്ഥനകൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് 19-ന് അരുൾമിഗു ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിശ്വാസികളെ ക്ഷേത്ര ഭരണസമിതി തടയുകയും പ്രവേശനം നിഷേധിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ ഗ്രാമത്തലവൻ പൊൻമുത്തുകുമാർ മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, പോലീസ് സൂപ്രണ്ട് എന്നിവർക്ക് പരാതി നൽകുകയും വിഷയം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ ഉടൻ തന്നെ മുഖ്യമന്ത്രി വിജയ് ഉടനടി ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് മെയ് 20-ന് വൻഗൻ പോലീസ് ക്ഷേത്ര ഭരണസമിതി അംഗമായ മുരുകേശൻ കുപ്പുസ്വാമി എന്നിവർക്കെതിരെ 5 വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ ഹിന്ദു മത ധർമ്മസ്ഥാപന വകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണറുടെയും മൻമകം താലൂക്ക് ഓഫീസർ കുമരേശന്റെ നേതൃത്വത്തിലും സമാധാന ചർച്ചകൾ ആരംഭിച്ചു. 1 മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ദളിതരെ തടഞ്ഞ ക്ഷേത്ര ഭരണസമിതിയെ ജൂൺ 20-ന് സർക്കാർ പൂർണ്ണമായും പിരിച്ചുവിട്ടു. പകരം ക്ഷേത്രത്തിലെ ഭരണ ചുമതല HR ആൻഡ് CE വകുപ്പിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അറുമുഖം, ഇൻസ്പെക്ടർ ഭാരതി എന്നിവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. സർക്കാർ നടപടികൾക്ക് പിന്നാലെ 100-ലധികം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയിൽ ഇപ്പോൾ ദളിത് വിശ്വാസികൾ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പരമ്പരാഗതമായിട്ടുള്ള മാവിളക്ക് വഴിപാടുകൾ നടത്തിവരുന്ന സന്തോഷ വാർത്തയാണ് പുറത്തുവരുന്നത്. യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളുമില്ലാതെ തികച്ചും സമാധാനപരമായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അവിടെ ഇത്തരത്തിൽ വിജയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്. 3 തലമുറകളായി ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വിലക്കായിരുന്നെന്നും ഉത്സവകാലത്ത് പോലും ക്ഷേത്രത്തിന് പുറത്തു നിന്നാണ് ഞങ്ങൾ മാവിളക്ക് പൂജകൾ ചെയ്തിരുന്നതെന്നും, എന്നാൽ ഇന്ന് മുഖ്യമന്ത്രി വിജയയുടെ നേതൃത്വത്തിൽ മറ്റുദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഞങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞത് പുണ്യമായി കരുതുന്നു എന്നും അവിടെയുള്ള ആളുകൾ പ്രതികരിക്കുന്നു. ഗ്രാമത്തലവൻ പൊൻമുത്തുകുമാർ അടക്കം വിജയോട് വളരെ നന്ദി സൂചകമായിട്ടുള്ള പ്രതികരണമാണ് നടത്തുന്നത്. പുതിയ സർക്കാരിന്റെ ഇടപെടലിനെ തമിഴ്നാട് അഴിത്തോച്ചാടന എന്ന മുന്നണി കരൂർ ജില്ലാ സെക്രട്ടറി മുത്തുസെൽവൻ പ്രശംസിച്ച് രംഗത്തെത്തി. മുൻകാലങ്ങളിൽ ഇത്തരം വിഷയങ്ങളിൽ കോടതി ഉത്തരവുകൾ ഉണ്ടായിട്ട് പോലും ക്രമസമാധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ക്ഷേത്രങ്ങൾ അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. എന്നാൽ ഇന്നത്തെ സർക്കാർ സാമൂഹിക ഐക്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി ദളിതർക്ക് അവരുടെ അവകാശം നേടിക്കൊടുക്കുകയാണ് ഉണ്ടായതെന്ന് ആത്മാഭിമാനത്തോടെ പറയുന്നു അദ്ദേഹം. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ തമിഴ്നാട് സർക്കാരിന്റെ ഈ നടപടി വലിയൊരു നാഴികക്കല്ലായി മാറിയെന്നാണ് വിലയിരുത്തൽ. എന്തായാലും വിജയുടെ ഒരു വരവ് അത് അതിമനോഹരമായി തന്നെ മുന്നോട്ടു പോകുന്നു എന്നാണ് ഇത്തരം വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം നടനായിരുന്ന വിജയ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു സിനിമ സ്റ്റൈൽ ആക്ഷനാണ് പൊതുവെ തമിഴ്നാട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതൊക്കെ പല വാർത്തകളിലും നമ്മൾ കണ്ടതാണ്. തമിഴ്നാട് നടനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വിജയ് തന്റെ അടുത്ത സുഹൃത്തും നടിയുമായിട്ടുള്ള ഖുഷ്ബു സുന്ദറിന്റെ മകളുടെ വിവാഹമടക്കം ഒഴിവാക്കി
ജനങ്ങളുടെ ക്ഷേമത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി പോരാടിയതടക്കം വാർത്തകളിൽ നിറഞ്ഞു. എന്തെങ്കിലും ഒരു തെറ്റു കണ്ടാൽ അതിനെ കൃത്യമായിട്ട് പോരാടി അതിന് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് വിജയ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം സിനിമാ സ്റ്റൈലിൽ പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ഈ ജനങ്ങളുടെ ഈ ജനാധിപത്യ വിശ്വാസികളുടെ ഒരു രൂപ പോലും ഇവിടത്തെ സർക്കാരോ മന്ത്രിമാരോ തൊടുകയില്ല എന്നും, നിയമവിരുദ്ധമായിട്ട് അത്തരത്തിൽ ആരെങ്കിലും ജനങ്ങളുടെ പണം തൊടാൻ ശ്രമിച്ചാൽ അതിന് അനുവദിക്കുകയുമില്ല, നിലവിൽ അത്തരത്തിൽ അത് തൊട്ടവരെ വെറുതെ വിടുകയുമില്ല എന്നൊക്കെ വളരെ വലിയ സിനിമാ സ്റ്റൈൽ പ്രഖ്യാപനം നടത്തിയ വിജയ് അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് കയ്യടി നേടുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ തന്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്തായിരുന്ന ഖുഷ്ബുവിന്റെ മകളുടെ കല്യാണം പോലും അവഗണിച്ചത് ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ വേണ്ടിയാണ് എന്നതൊക്കെ നമ്മൾ കണ്ടു. അതായത് ഗോവയിൽ നടന്ന ഗംഭീരമായ വിവാഹ ചടങ്ങിന് പകരം തമിഴ് മുഖ്യമന്ത്രി പോയത് ചെന്നൈയിൽ നടന്ന ലഹരി വിരുദ്ധ മാരത്തോണിനാണ്. ഒരു നടൻ എന്നതിലുപരി ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വ്യക്തി എന്ന നിലയിലുള്ള വിജയുടെ ഈ നീക്കം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചെന്നൈയിൽ സംഘടിപ്പിച്ച സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഡ്രഗ്സ് എന്ന പരിപാടിയിലാണ് വിജയ് പങ്കെടുത്തത്. വെള്ളിയാഴ്ച പുലർച്ചെ 5 മണിക്ക് ഉണർന്നതിനു ശേഷം 6:15 അദ്ദേഹം വേദിയിലെത്തുകയും 3 കിലോമീറ്റർ ദൂരം താരം ഓടുകയും ചെയ്യുകയായിരുന്നു. ലഹരി മരുന്നിനെതിരെയുള്ള അവബോധം യുവതലമുറകളിലേക്ക് വളർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു കായിക പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത വിജയുടെ നടപടി വലിയ മാതൃകാപരമാണ് എന്നുള്ള വിലയിരുത്തലുകളും പുറത്തുവരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഈ പറയുന്ന വിജയ് എന്ന് പറയുന്ന വ്യക്തി CM ആയതിനു ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ വിഷയങ്ങൾക്കും 2 വശമുണ്ട് എന്ന് പറയുന്നത് പോലെ വിജയ്ക്കെതിരെയുള്ള ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു പ്രധാന വിവാദ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വിജയ് നടത്തിയിട്ടുള്ള ഒരു നിയമനമാണ്. അതായത് ഒരു അസാധാരണ നിയമനം. ജനനായകൻ എന്ന സിനിമാ നിർമ്മാതാവ് K. വെങ്കട്ടനാരായണനെ ദില്ലിയിൽ തമിഴ്നാട് സർക്കാർ പ്രതിനിധിയായി നിയമനം നൽകിയത് വലിയ രീതിയിൽ വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നടപടിയിൽ വ്യാപകമായ വിമർശനമാണ് വിജയ്ക്കെതിരെ ഉയരുന്നത്. ജനനായകൻ സിനിമാ നിർമ്മാതാവും KVN പ്രൊഡക്ഷൻസ് ഉടമയുമാണ് ഇത്തരത്തിൽ നിയമിതനായിരിക്കുന്നത്. 1 വർഷത്തേക്ക് ഇദ്ദേഹത്തിനെ നിയമിക്കുന്ന സർക്കാരിന്റെ തീരുമാനം അത് വിമർശനങ്ങൾക്ക് വഴിവെച്ചു. വെങ്കട്ടരാമന് ബംഗളൂരുവിലാണ് സ്ഥിരതാമസമായി നിൽക്കുന്നത്. വിജയുടെ അവസാന ചിത്രം ഇപ്പോഴും പെട്ടിയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചിത്രം നിർമ്മിച്ചതുകൊണ്ട് മാത്രമുള്ള ഒരു നന്ദി സൂചകമാണോ ഈ നിയമനം എന്നുള്ളതാണ് വിമർശനം. അതേസമയം ജനനായകൻ സിനിമ നിർമ്മിച്ചാൽ പ്രശ്നങ്ങൾ നേരിടുമെന്ന് വിജയ് പറഞ്ഞിരുന്നു. നിർമ്മാതാവിന് 500 കോടിയുടെ നഷ്ടമെന്നാണ് കോടതിയിൽ വാദിച്ചിരിക്കുന്നത്. ഏതെങ്കിലും സിനിമ നിർമ്മിക്കാൻ തയ്യാറായി മറ്റൊരു റിസ്ക് എടുക്കില്ല എന്നതായിരുന്നു എന്നാണ് മലേഷ്യയിലെ ലോഞ്ചിൽ വിജയ് ഇതേക്കുറിച്ച് പരാമർശിച്ചത്. ഇതേ തുടർന്നാണ് വെങ്കട്ടരാമണയ്ക്ക് ഇപ്പോൾ സർക്കാർ പദവിയിൽ ഒരു അവസരം നൽകിയിരിക്കുന്നത് എന്നാണ് വിമർശനങ്ങൾക്ക് കാരണം. നിയമസഭയിൽ തീയായി നിൽക്കുന്ന വിജയും ചിലപ്പോൾ നെഗറ്റീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതും പറയേണ്ടിയിരിക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രിക്ക് നൽകിയ ഒരു മറുപടി ഒരു സിനിമാ സ്റ്റൈൽ ഡയലോഗായിരുന്നു. പക്ഷെ അത് പച്ചയ്ക്ക് ആ പറയുന്ന മന്ത്രിയുടെ അച്ഛനെ വിളിക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ളത് ഈ പറയുന്ന വിജയ് കാണിക്കുന്ന രീതികൾ അത് നിയമസഭയോട് കാണിക്കുന്ന അപമര്യാദയാണ് എന്ന തരത്തിൽ വിമർശനങ്ങൾ നിൽക്കുന്നുണ്ട്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ്ക്കും പ്രതിപക്ഷമായിട്ടുള്ള DMKയ്ക്കും തമ്മിലുള്ള അത്യന്തം നാടകീയമായ വാഗ്വാദങ്ങളാണ് ഇത്തരം ഒരു രംഗം അരങ്ങേറാൻ കാരണമായത്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും മകൻ ഉദയനിധി സ്റ്റാലിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച വിജയ് കൊളത്തൂർ മണ്ഡലത്തിലെ സ്റ്റാലിന്റെ തോൽവി പരാമർശിച്ചുകൊണ്ടായിരുന്നു പരിഹാസത്തിന് തുടക്കമിട്ടത്. മുൻ സർക്കാർ നടത്തിയ അഴിമതികൾ തന്റെ സർക്കാർ ആവർത്തിക്കില്ല എന്നും ജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്നവരെ വെറുതെ വിടില്ല എന്നുമാണ് വിജയ് സഭയിൽ പറഞ്ഞത്. പ്രസംഗത്തിനിടെ DMK അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ വിജയ് തന്റെ പ്രശസ്തമായ സിനിമാ സെറ്റിലേക്ക് ഒന്ന് മാറി എന്നുള്ളതാണ് വിരോധാഭാസം. ഒരു കുട്ടിക്കഥ
ചൊല്ലട്ടുമാ എന്ന് പറഞ്ഞ് സ്പീക്കറുടെ അനുമതിയോടെ ചോദിച്ച വിജയ് ഒരു വൃദ്ധനും കുട്ടിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ സ്റ്റാലിന്റെയും ഉദയനിധിയുടെയും പേരെടുത്ത് പറയാതെ പരിഹസിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റിനെ കുറിച്ച് പുറത്തിറക്കിയിട്ടുള്ള ധവളപത്രത്തെ ആധാരമാക്കിയായിരുന്നു വിജയുടെ അഴിമതി ആരോപണങ്ങൾ. DMK ഭരണകാലത്ത് പദവികൾ പണത്തിനു വേണ്ടി വിൽക്കുകയായിരുന്നു എന്നും എന്നാൽ തന്റെ സർക്കാർ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നുമാണ് വിജയ് പറഞ്ഞത്. ജനങ്ങളുടെ പണം കട്ടുമുടിച്ച മുൻ ഭരണാധികാരികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നുവെന്ന DMKയുടെ വിമർശനത്തിനും വിജയ് കൃത്യമായ മറുപടി നൽകുന്നു. വെറും 40 ദിവസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരിന് വർഷങ്ങളായി നിലനിൽക്കുന്ന ലഹരി വ്യാപനവും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും എങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നിലവിലത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണം മുൻ ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും വിജയ് ചൂണ്ടിക്കാട്ടി.